നീ ഇതെവിടെ പോവാ വർഷേ? ഞാൻ എൻ്റെ വീട്ടിൽ പോയി എടുത്തി. അതിന് നിനക്ക് പനിയല്ലേ, നീ പനി വെച്ചിട്ട് എന്തിനാ വീട്ടിൽ പോണേ? ഞാൻ എപ്പോൾ ചൂടുള്ള കഞ്ഞി കൊണ്ടുവരാം കേട്ടോ. വേണ്ട എടുത്തി, ഞാൻ ഇവിടെ നിൽക്കണില്ല, എനിക്കിവിടെ നിൽക്കാൻ തോന്നണില്ല, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം. എന്താ വർഷേ നീ പറയണത്? പിന്നല്ലാതെ എനിക്ക് ഇത്രയും വയ്യാണ്ടായിട്ട് ശ്രീകാന്ത് എന്നെ ശ്രദ്ധിക്കാതെ ജോലിക്ക് പോയില്ലേ? അങ്ങനെയാണോ വേണ്ടത്? ഞാൻ വയ്യാതെ ആകുമ്പോൾ ശ്രീകാന്തല്ല എൻ്റെ കൂടെ നിൽക്കേണ്ടത്. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ചേച്ചി, ഞാൻ പോവാണ് രേവതി ചേച്ചി. വർഷ പെട്ടിയും ബാഗും എടുത്തിട്ട് വർഷയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ പറയാൻ പോവാണ്. അങ്ങനെ സച്ചിനെ ജയിലിൽ നിന്ന് ഇറക്കി രേവതി കൊണ്ടുവന്നപ്പോൾ ചന്ദ്ര കുറേ കളിയാക്കുന്നുണ്ട്, സുധി കുറേ കളിയാക്കുന്നുണ്ട്. എല്ലാവരുടെയും കളിയാക്കലിന് സച്ചി നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ മാത്രം സച്ചിയോട് ഒന്നും മിണ്ടില്ല. ലാസ്റ്റ് സച്ചി ചോദിക്കുക, അച്ഛൻ എന്താ എന്നോട് മിണ്ടാത്തെ, എന്നോട് പിണക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ഒന്നും മിണ്ടില്ല. അപ്പോൾ സച്ചി പറയണം, അച്ഛാ ഞങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത്. അച്ഛൻ പറയാറില്ലേ രേവതിയുടെ കുടുംബത്തിനെ എൻ്റെ കുടുംബം പോലെ ചേർത്ത് നിർത്തണമെന്ന്. അപ്പോൾ ശരത്തിന് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, വേറെ സൊല്യൂഷനൊന്നും കണ്ടില്ല. അപ്പോൾ രവീന്ദ്രൻ പറയും, നിനക്ക് നല്ല വഴിയൊന്നും കണ്ടില്ല, നിനക്ക് ഈ ചീത്ത മാർഗ്ഗം മാത്രമേ കണ്ടുള്ളൂ. നല്ല വഴി കൂടെ ഞങ്ങൾ ശ്രമിച്ചതാ അച്ഛാ, പക്ഷെ അത് നടന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. ഇതിപ്പോൾ നീ അവരെ കബളിപ്പിക്കുന്ന പോലെ ആയില്ലേ, എന്താ ചെയ്യുക അച്ഛാ, പറ്റിപ്പോയി. അപ്പോൾ രേവതി പറയും, അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റിന് അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ചോദിക്കണം, ഇനി നിന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകാം. അതൊന്നും പറയാൻ പറ്റില്ല അച്ഛാ, പോലീസുകാരോടൊന്നും ചോക്കേണ്ടി വരും എന്ന് പറയണം സച്ചി. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ചിരിക്കണം, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു സച്ചി, നിൻ്റെ ഒരു സ്വഭാവം സാരില്ല, രണ്ടാളും പോയി ഭക്ഷണം കഴിക്കുകയെന്ന് പറയണം. അപ്പം അങ്ങനെ അച്ഛൻ്റെ ആ പിണക്കം അലിഞ്ഞില്ലാതെയായി എന്നറിഞ്ഞപ്പോൾ സച്ചിക്കും രേവതിക്കും സന്തോഷമാവാണ്. അപ്പോൾ സച്ചി പറയണ, രേവതി അച്ഛൻ നമ്മളോട് പിണക്കം മാറി, രേവതി വാ, എനിക്ക് നല്ല വിഷമമുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രേവതിനെയും കുട്ടി അകത്തേക്ക് പോവുകയാണ്. ഇതിനിടയിൽ കൂടെ ചന്ദ്രയുടെ കുറച്ച് ശാപവാക്കുകളുണ്ട് കേട്ടോ. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ, നീ ഒരു കാലത്തും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ പ്രാവണുണ്ട് കേട്ടോ ചന്ദ്ര. അങ്ങനെ അത് കഴിഞ്ഞു ശ്രീകാന്ത് പുറപ്പെടുകയാണ്. അപ്പോൾ പെട്ടെന്ന് വർഷ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണൂർ നോക്കുമ്പോൾ ശ്രീകാന്ത് ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ശ്രീകാന്ത് നീ എവിടേക്കാണ് പോകണം ചോദിക്കുമ്പോൾ പറയും, ഞാൻ ജോലിക്ക് പോവാം. ജോലിക്കോ? അതെ ശ്രീകാന്ത്, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നീ ജോലിക്ക് പോവാണോ? എനിക്ക് പനിച്ചിട്ട് വയ്യ ശ്രീകാന്തെ. പറയുമ്പോൾ നിനക്കോ പനിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് ശ്രീകാന്ത് വന്ന് വർഷേനെ തൊട്ടുമ്പോൾ വർഷയ്ക്ക് നല്ല പനിയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണം, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ വർഷേ. അത് ശരി, രാത്രി മുഴുവൻ എൻ്റെ കൂടെ കിടന്നിട്ട് നീ എനിക്ക് പനിച്ചത് അറിഞ്ഞില്ല? നീ എന്തായാലും ഇന്ന് പോകണ്ട ശ്രീകാന്ത്, എനിക്ക് തീരെ വയ്യ. അമ്മയാണെന്നുണ്ടെങ്കിൽ എവിടേക്കും പോവാതെ ഞാൻ പനിച്ച് കിടക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തിരിക്കാറുണ്ട്. നീ ഇന്ന് പോകേണ്ട ശ്രീകാന്ത്. അയ്യോ എന്താ ചെയ്യുക വർഷേ, ഒരു വലിയ ഓർഡർ വന്നിട്ടുണ്ട് ഒരു കമ്പനിയുടെ, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ലീവ് എടുക്കാൻ പറ്റില്ല വർഷേ. പറയുമ്പോൾ വർഷ പറയും, ഭാര്യമാർക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഭർത്താക്കന്മാരല്ലേ സഹായിക്കേണ്ടത് ശ്രീകാന്ത്, നീ ഇന്ന് പോകേണ്ട ശ്രീകാന്ത്, എൻ്റെ അടുത്തിരിക്കുക, എനിക്ക് തീരെ വയ്യ ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാൻ എന്താ ചെയ്യുക, ലീവ് എടുക്കാൻ പറ്റില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് ഉച്ചയ്ക്ക് വരാമെന്ന് പറയും. അപ്പോൾ വർഷ പറയും, പ്ലീസ് ശ്രീകാന്ത് നീ ഒന്ന് വിളിച്ച് പറഞ്ഞ് വരില്ല എന്ന് വിളിച്ച് പറയുമ്പോൾ ശരി ഞാൻ വിളിച്ച് പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തിന് ഫോൺ വരികയാണ്. ശ്രീകാന്തിന് ഫോൺ വരുമ്പോൾ വർഷ പറയണത്, ശ്രീകാന്ത് നിൻ്റെ മുതലാളിയെ വിളിക്കണത്, വിവരം പറയുക പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പറയും. വേണ്ട വർഷം ഞാൻ സംസാരിച്ചോളാം പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ മേടിക്കും. അപ്പുറത്ത് പ്രിയയാണ്. അപ്പോൾ പ്രിയ പറയും ശ്രീകാന്ത് നീ എവിടെ ആക്കുമ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, നീ ഇതുവരെ പോകുന്നില്ലേ ചോദിക്കുമ്പോൾ പറയും, അതെ എൻ്റെ വൈഫിന് തീരെ സുഖമില്ലേക്ക് ഇന്ന് ലീവ് വേണമായിരുന്നു എന്ന് പറയും. ലീവോ? നീ എന്താ പറയണത് ശ്രീകാന്ത്, നമ്മളൊരു വലിയ കമ്പനിയുടെ ഓർഡർ എടുത്തേക്കാന്ന് നിനക്കറിയില്ലേ? അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവരോട് ചെയ്യണ ചീറ്റിങ് ആവില്ലേ? അത് നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ആ ഓർഡർ എടുത്തത്. അല്ല വൈഫിന് തീരെ സുഖമില്ല, അവൾക്ക് നല്ല പനിയാണ്. അവൾക്ക് പനിയാണെങ്കിൽ നിങ്ങളുടെ ജോയിൻറ്റ് ഫാമിലി അല്ലേ, കുടുംബത്തിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർ നോക്കൂല അവളേനെ എന്ന് പറയാണ് പ്രിയ. നീ എന്തായാലും നിന്നെ വിചാരിച്ചിട്ടാണ് വന്നത് ശ്രീകാന്തെ, വർക്കാണ് ആദ്യം, നിനക്കൊരു എക്സ്ക്യൂസും ഇല്ല, ലീവൊന്നുമില്ല, നീ വന്നേ പറ്റൂ എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് ശരി ഞാൻ വരാമെന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വർഷ ചോദിക്കും, നീ എന്ത് പണിയാണ് ചെയ്തത്, നീ എന്തിനാ വരാമെന്ന് പറഞ്ഞാൽ? എനിക്ക് അത്രയും വയ്യാത്തതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ ലീവ് എടുക്കാൻ പറയുമ്പോൾ ശ്രീകാന്ത് പറയാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, അത് കമ്മിറ്റ്മെൻറ്റ് ഉള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോൾ എനിക്ക് പനിച്ച് കിടക്കുന്ന വെച്ചാൽ നീ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് അർജൻറ്റായിട്ട് ചെല്ലണം പറഞ്ഞാൽ ചെല്ലില്ലേ? ഞാൻ പോവില്ല, എന്ത് വന്നാലും ഞാൻ പോവില്ല, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും എന്ന് പറയണ വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്നാൽ വാ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ പറയും, വേണ്ട ഞാൻ ഗുളിക കഴിച്ചു എന്ന് പറയുമ്പോൾ പറയാം, ശരി നീ ഗുളിക കഴിച്ചില്ലേ, പനി കുറയോ നോക്കാം, ഞാൻ ഉച്ചയ്ക്ക് വരാൻ നോക്കാം, ശരിയിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്ത് വർഷയോട് പറഞ്ഞിട്ട് നീ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവാണ്. ഞാൻ ഇടത്തിയോട് പറയാം നിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ ശ്രീകാന്ത് പോണ വഴിക്ക് രേവതിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ അത് കഴിഞ്ഞു ശ്രീകാന്ത് പോയിട്ട്
അവിടെ വർക്ക് ചെയ്യണ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾ വന്നിട്ട് പറയണം, നീ ഞാൻ കണ്ടിട്ടുള്ള ഷെഫുമാരിൽ ഏറ്റവും സന്തോഷമായിട്ട് ജോലി ചെയ്യേണ്ടത് നീയാണ്. നീ നിൻ്റെ ജോലി എത്ര സന്തോഷമായിട്ടാണ് ശ്രീകാന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും നല്ല ഷെഫാവാൻ കഴിയണത്. പക്ഷെ ഇന്നെന്താ നിൻ്റെ മുഖമൊക്കെ ആകെ മൂഡ് ഓഫ് ചോദിക്കുമ്പോൾ പറയും എൻ്റെ വൈഫിന് സുഖമില്ല, പനിയെ പറയും. ആണോ? അയ്യോ, ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും വരില്ല കേട്ടോ, ഞാൻ ലീവ് എടുത്ത് വൈഫിൻ്റെ കൂടെ ഇരിക്കും പറയാണ് മറ്റേ കൂടെ വർക്ക് ചെയ്യണ ആൾ. അപ്പോൾ ശ്രീകാന്തിന് ഇങ്ങനെ വിഷമമാവാണ് അത് കേൾക്കുമ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞു. രേവതി അടിച്ചു വരുന്ന സമയത്ത് വർഷ പെട്ടിയും ബാഗും ഒക്കെ തൂക്കിയിട്ട് അകത്തുനിന്ന് വരണം. അപ്പോൾ രേവതി ചോദിക്കും, വർഷ നീ ഇത് എവിടേക്കാണ് പോകണം, നിനക്ക് പനിയല്ലേ, ഞാൻ നിനക്ക് കഞ്ഞി എടുത്തിട്ട് വരാം, എപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ പറയും, വേണ്ട ചേച്ചി ഞാൻ വീട്ടിൽ പോകാം. പറയും, വീട്ടിലേക്കോ? അതെ, എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല ചേച്ചി, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറയും. അപ്പോൾ രേവതി പറയും, അതെന്താ വർഷം നീ ഇങ്ങനെ പറയണേ, നീ എന്തിനാ പെട്ടിയൊക്കെ എടുത്തിട്ട് പോകണത്, നീ അവിടെ പോയി കിടക്ക്, ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാൻ പറയുമ്പോൾ വേണ്ട ചേച്ചി, അവനോട് ഞാൻ ഒരു ദിവസം ലീവ് എടുത്ത് എൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവന് പറ്റിയില്ല, അവന് ജോലിയാണ് മെയിനായിട്ടുള്ളത്, എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല ചേച്ചി, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം, അമ്മ എന്നെ നോക്കിക്കോളും എന്നൊക്കെ പറയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചിയോട്, ചേച്ചിക്ക് വയ്യാണ്ട് ഇപ്പോൾ സച്ചേട്ടൻ ജോലിക്ക് പോവാതെ ചേച്ചിയുടെ കൂടെ കാവലിരുന്നില്ലേ, ചേച്ചി പൂവിക്കാൻ പോകുമ്പോൾ ചേച്ചിയുടെ കൂടെ സപ്പോർട്ടായിട്ട് വന്നില്ലേ, അതാണ് സ്നേഹം. ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവർ, എന്നിട്ട് ഞങ്ങളുടെ ജീവിതം കണ്ടില്ലേ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവർ, എന്നിട്ട് നിങ്ങൾ പ്രണയിച്ച് ജീവിക്കുന്ന കണ്ടില്ലേ, അങ്ങനെയാണ് ചേച്ചി സ്നേഹം. ഇത് ശ്രീകാന്തിന് ഒരു സ്നേഹമില്ല, ശ്രീകാന്തിന് ജോലി തന്നെ മെയിൻ, അവൻ പോയില്ലേ. അപ്പോൾ രേവതി പറയും, അവൻ ചെയ്ത് തെറ്റ് തന്നെയാണ്, നീ വിഷമിക്കണ്ട, ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയും. വേണ്ട ചേച്ചി എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവാന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൂമുഖത്തേക്ക് വരികയാണ് വർഷ പോകാൻ വേണ്ടി. അപ്പോൾ ചന്ദ്രമതി കരുവാണ്ടിരിക്കും, വർഷ നീ എവിടേക്കാണ് പോണേ, ഞാൻ എൻ്റെ വീട്ടിൽ പോ എന്താണ്ടായി, എടി നീ എന്താടി പൂക്കാരി, നീ ഇവളോട് പറഞ്ഞ, നീ ഇവളോട് എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിയോ, നിൻ്റെ നാവിന്ന് ആവശ്യമില്ലാത്ത വന്നിട്ടാണ് വർഷ പോണത്. അപ്പോൾ രേവതി പറയും, എന്തറിഞ്ഞിട്ട് അമ്മ എന്നോട് ചൂടാവണേ, വർഷ ശ്രീകാന്തും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അതിൻ്റെ പേരിലാണ് വർഷ പോണത്. അത് ശരി, ഞാൻ വിചാരിച്ചു നിൻ്റെ നാക്കിന് ലൈസൻസ് ഇല്ലല്ലോ, നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ചോദിച്ചു പറയും. അപ്പോൾ വർഷ പറയും, എനിക്കിവിടെ നിൽക്കണമെന്ന് താല്പര്യമില്ല, എനിക്ക് ഇത്രയും വയ്യാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ജോലിക്ക് പോയില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവാം എൻ്റെ വീട്ടിലേക്ക്. നിൽക്ക് വർഷേ, നീ അങ്ങനെ പറയില്ലേ, നീ ഇപ്പോൾ ഈ പെട്ടി നോക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പോയാൽ നിൻ്റെ അമ്മ കണ്ട എന്താ വിചാരിക്കുക, നീ ഭാഗത്തേക്ക് വാ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം, വായോ, ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കാം, നീ പോവാൻ വരട്ടെ പറയുമ്പോൾ വർഷ പറയും, ഇല്ല ആൻറ്റി, അവനങ്ങനെ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവുന്ന ആളല്ലല്ലോ. ഓഹോ, അപ്പം ഞാനാണോ വഴക്ക് കൂടേണ്ടത്, തെറ്റ് മുഴുവൻ എൻ്റെ ഭാഗത്തു നിന്നാണെന്നാണ് ആൻറ്റി ഉദ്ദേശിക്കുന്നത്. ഞാനങ്ങനെ പറഞ്ഞില്ലേ മോളെ, നീ വാ നമുക്ക് സംസാരിക്കാൻ പറയുമ്പോൾ വേണ്ട ആൻറ്റി, എനിക്ക് തീരെ താല്പര്യമില്ല, ഇനി എൻ്റെ അകത്തേക്ക് വിളിക്കുമെന്ന് വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ വർഷ പെട്ടിയും തൂക്കിയിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ ചന്ദ്രോദയത്തിൽ നിന്ന്. അപ്പോൾ രേവതി ഇങ്ങനെ ആകെ പേടിച്ച് അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്ത് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി ഇവളിങ്ങനെ, ഇവള് വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോന്നുള്ളല്ലേ, എന്നിട്ട് ഇവളെന്താ ഇങ്ങനത്തെ സ്വഭാവത്തിന് ഇറങ്ങിപ്പോണത്, ഇത് എന്ത് സാധനം അത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഓരോരുത്തരും ഓരോ സ്വഭാവമാണ്, നന്നായിട്ടുണ്ട്, ഈ നിലയ്ക്ക് സ്വഭാവമാണെങ്കിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ സച്ചി ഇതൊക്കെ കേട്ടിട്ട് അകത്തുനിന്ന് വരികയാണ്. ഓരോരുത്തർക്കും എന്നെ ഒരു വിലയില്ലാത്ത രീതിയിലുണ്ട്, കണ്ട് എൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെയല്ലേ അവളെ ഇറങ്ങിപ്പോയി, അതിനെങ്ങനെയാണ് ഇവിടെ എല്ലാവരും തോന്നിയ പോലെയല്ലേ ജീവിക്കണം, തോന്നിയവരെ ഇഷ്ടത്തിനല്ലേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, എനിക്കിവിടെ ഒരു വിലയില്ലല്ലോ, ഞാൻ എന്തായാലും എൻ്റെ ഫോൺ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് പോകണം. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താ വർഷ പോകണം, എൻ്റെ പെട്ടി എടുത്ത് ചോദിക്കുമ്പോൾ വർഷ ശ്രീകാന്ത് തമ്മിലൊരു ചെറിയ പിണക്കുണ്ടായി, അതിൻ്റെ പേരിൽ പോവാണ് സച്ചിയേട്ടാന്ന് പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, വർഷയ്ക്ക് പനിയായിട്ട് ശ്രീകാന്ത് ലീവ് എടുക്കാതെ ജോലിക്ക് പോയി, വർഷയ്ക്ക് അത് ഭയങ്കര സങ്കടമായി, അപ്പോൾ അവൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാ പറയും. അപ്പോൾ സച്ചി പറയും, ശരിയല്ലേ, ഭാര്യമാർക്ക് വയ്യാണ്ടായി പറഞ്ഞ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണ്ടേ, അവൻ എന്ത് പണിയായി ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞിട്ട് വർഷം നിന്നില്ലേ, പറയും എന്താ ചെയ്യാൻ, ഇനിയിപ്പോൾ എന്തായാലും ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല സച്ചേട്ടാ, എങ്ങനെയെങ്കിലും അവളെന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രീകാന്തിനോട് പറയണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതി ഫോൺ എടുത്തിട്ട് വന്നിട്ട് സംസാരിക്കാം മോനെ. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ മുതലാളി പ്രിയ വന്നിട്ട് ചോദിക്കും, ശ്രീകാന്ത് എവിടെ ചോദിക്കും, ശ്രീകാന്ത് മുകളിലുണ്ട് പറയും. അപ്പോൾ പ്രിയ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കും, എന്ത് ശ്രീകാന്തെ ഒക്കെ സാധനങ്ങളൊക്കെ കൊടുത്തു വന്നേ, നമ്മുടെ വർക്കാണ്, നമുക്ക് മേലെ ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാതെ പഞ്ചിങ് ആയിട്ട് നമ്മുടെ സാധനങ്ങൾ കൊടുത്തിരിക്കണം, അതാണ് നമ്മുടെ അഭിമാനം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണം എന്ന് പറയാണ് കേട്ടുന്നാർന്ന ആൾ. എന്നിട്ട് ശ്രീകാന്തിൻ്റെ ചോദിക്കും, ശ്രീകാന്തിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നീ ഒരു കാര്യം ചെയ്യും, വൈഫിന് വിഷമമായിട്ടുണ്ടാവില്ലേ, നീ ഒരു കാര്യം ചെയ്യും, വൈഫിനൊന്ന് വിളിച്ച് സംസാരിക്കും. മറ്റേ ശ്രീകാന്ത് വർഷയെ വിളിക്കാൻ ഫോൺ എടുക്കുന്ന സമയത്ത് ചന്ദ്രമതിയുടെ കോള് വരികയാണ്. ചന്ദ്രമതിയുടെ കോള് വരുമ്പോൾ ശ്രീകാന്ത്, ഹലോ എന്താ അമ്മേ, വർഷയ്ക്ക് അസുഖം അധികം കണ്ട ചോദിക്കുമ്പോൾ, വർഷയായില്ല, അവളിവിടെ എവിടെ, നീ എവിടെ, ജോലി സ്ഥലത്താണോ, അതെ, അവളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കോ, അതെ, അവൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോയി. അവൾ എന്താടാ അങ്ങനെ, എൻ്റെ വാക്കിന് പോലും അവൾ വില കൽപ്പിച്ചില്ല, ഞാൻ എത്ര തവണ അവളോട് പറഞ്ഞു എന്നറിയാം, അവളത് കേൾക്കാതെ പോയി.
നിൻ്റെ വാക്കിനൊരു വില കൽപ്പിക്കുന്നില്ലല്ലോ അവൾ. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നോ? ഇങ്ങനെയാണോ പെണ്ണുങ്ങൾ വളരേണ്ടത്? അപ്പം പറയും സാരല്ലേ, ശരി അമ്മേ സാരല്ലേ, ഞാൻ വൈകിട്ട് വർഷേനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാം. വർഷയെ കൂട്ടിയിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് അവളെ കൂട്ടിയിട്ട് വരാനോ? നിനക്ക് നാണുണ്ടാ? നീ ഒരാണല്ലേ? ഒരിക്കലും നീ അവളുടെ താഴെ നിൽക്കരുത്, നീ അവളുടെ മുകളിൽ കയറിക്കണം. നീ അവളെ വിളിച്ച് കൂട്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ അവിടെ നിൽക്കട്ടെ, അവൾ അഹങ്കാരത്തിന് ഇറങ്ങിപ്പോയതല്ലേ, അവളുടെ വീട്ടിലാണ് പോയി നിൽക്കട്ടെ, അവൾ ഇങ്ങോട്ട് വരികയേ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി കയറ്റി കൊടുക്കണം ശ്രീകാന്തിന്. അപ്പോൾ അവരുടെ ബന്ധം ഒന്നും കൂടി അകലാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണ് തിരിച്ചോടിക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി രേവതിയും പറയണത്, ദൈവമേ ഈ അമ്മ എന്തൊക്കെയാണ് ഈ പറയണത്? അമ്മ ഇങ്ങനെയൊക്കെ എരിവും പുളിയും കയറ്റി കൊടുത്താൽ ഇനി അവരടുക്കണതിന് പകരം അകലല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണ സച്ചി രേവതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ സച്ചി എന്താ പറയുമ്പോൾ ചന്ദ്രമതി പറയും, മിണ്ടാതിരിക്കണം അവിടെ, ഞാൻ ഇവിടെ എൻ്റെ മോനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനോട് പറയും, മോനെ നീ ഒരു തരത്തിലും വിഷമിക്കണ്ട, നീ അവളുടെ വീട്ടിലേക്കൊന്നും പോകണ്ട, നീ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ഇങ്ങോട്ട് വാ, നല്ല സന്തോഷമായിട്ട് വാ, നീ ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് അമ്മയുണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഒന്നും കൂടി പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് അവൻ്റെ മനസ്സിലേക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയും, ശരി അമ്മ ഞാൻ വെക്കാൻ പറഞ്ഞിട്ട് ഫോൺ വെക്കും. അപ്പോൾ സച്ചിയും രേവതി ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി എന്താ നോക്കിക്കണ, രണ്ടും കൂടി ഫോൺ വിളിക്കുന്നത് നോക്കി ഫോണിൻ്റെ ഉള്ളിലും കയറി ഇരിക്കുകയല്ലേ ആശയങ്ങൾ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ അകത്തേക്ക് പോകും. അപ്പോൾ രേവതി പറയും സച്ചിയോട്, സച്ചിയേട്ടാ അമ്മ വർഷയോടെ പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പോൾ അമ്മ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയണ വർത്താനം നോക്കിയേ, ഈ അമ്മയ്ക്ക് എത്ര മുഖമെന്നൊക്കെ പറയണ രേവതി. അപ്പോൾ സച്ചി പറയാ, നീ എൻ്റെ അമ്മയെ മനസ്സിലാക്കിയിട്ടില്ല രേവതി, മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ ഇത് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ രേവതി പറയും, ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ബന്ധം അകലുള്ളൂ സച്ചേട്ട, അങ്ങനെ ബന്ധം അകലം വിട്ടുകൊടുക്കരുത്, എങ്ങനെങ്കിലും വർഷ ശ്രീകാന്തിനെ തിരിച്ചു കൊണ്ടുവരണം, അല്ലാണ്ട് പറ്റില്ല, വർഷേനെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾക്ക് ഇതിൽ ചോദിക്കുമ്പോൾ രേവതി പറയും, ഞാനൊന്ന് ശ്രീകാന്തിനെ വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ സച്ചേട്ട. പറയാം, ശരി നീ അവനെ വിളിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് പറഞ്ഞിട്ട് രേവതി ശ്രീകാന്തിനെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് പോകണം. ആ സമയത്ത് സച്ചി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്ന എന്താവും ഇവരുടെ ബന്ധം എന്നറിയാതെ സച്ചി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.